മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജയന്തി ദിനമാണ് ഇന്ന്. മലയാളിയെ ആചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും തടവിൽ നിന്ന് മോചിപ്പിച്ച് നവോത്ഥാനത്തിലേക്ക് നയിച്ചത് നാരായണ ഗുരുവാണ്. മതവിദ്വേഷത്തിനും വർഗീയതയ്ക്കുമെതിരായ പുതിയ കാല പോരാട്ടങ്ങൾക്കും ഗുരുദർശനങ്ങളാണ് നമുക്ക് വഴികാട്ടി. നാരായണ ഗുരുവിനെ മാനവകുലത്തിന്റെ മഹാഗുരുവായി വിശേഷിപ്പിച്ചത് ഗുരു നിത്യചൈതന്യയതിയാണ്. ആധുനിക കാലത്തെ മഹാജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചത് ഫ്രഞ്ച് ചിന്തകനും നോബൽ ജേതാവുമായ റൊമാൻ റൊളാങ്. ലോകം ഗുരുവിനെ അറിഞ്ഞു പ്രണമിക്കുമ്പോഴും മലയാള ലോകം വൈലോപ്പിള്ളി ചൊല്ലിയതുപോലെയാണ്, മുച്ചൂടും മുന്നേറിയിട്ടും ആ ചുണ്ടുവിരലോളം വളർന്നില്ല ഞങ്ങൾ. 1855 ചിങ്ങമാസത്തിലെ ചതയം നാളിൽ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ പിറന്ന ഗുരു സംസ്കൃതവും ഉപനിഷത്തും പഠിച്ച് മരുത്വാമലിയിലെ തപസ്സിരിപ്പും കഴിഞ്ഞാണ് തന്റെ പരിവ്രാജക യാത്ര തുടങ്ങിയത്. 1888 മാർച്ച് മാസത്തിലെ ശിവരാത്രി നാളിൽ അരുവിപ്പുറത്തു നിന്ന് തുടങ്ങുന്നു ആ സാമൂഹ്യ വിപ്ലവം. നെയ്യാറിന്റെ ആഴങ്ങളിൽ നിന്ന് ഗുരു മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിച്ച ശിവശില പിന്നീട് നവോത്ഥാന രാഷ്ട്രീയ കേരളത്തിന്റെ അടിസ്ഥാന ശിലയാവുകയായിരുന്നു. കേരളം അങ്ങോളം ഇങ്ങോളവും കർണാടകയിലും തമിഴ്നാട്ടിലും പടർന്ന നാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠാ വിപ്ലവം കല്ലായും കണ്ണാടിയായും കെടാവിളക്കായും നൂറ്റാണ്ടുകളുടെ ജാതിമതാന്തതകളെ കടപുഴക്കിയെറിഞ്ഞെങ്കിലും ആ ദൗത്യത്തിനപ്പുറം അതിനെയും അതിവർത്തിക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്കും ഗുരു കടന്നു. നമുക്കിനി ദേവാലയങ്ങൾ വേണ്ട, വിദ്യാലയങ്ങൾ മതി. നമുക്ക് ജാതിയില്ല, മതവുമില്ല. ആധുനികരിലും ആധുനികനായിരുന്നു ഓരോ ചരിത്രഘട്ടത്തിലും ഗുരു. 1916 SNDP വിടുകയാണെന്ന് പറഞ്ഞ് ഡോക്ടർ പൽപ്പുവിനെഴുതിയ കത്തിൽ ഗുരു തറപ്പിച്ചു പറയുന്നുണ്ട്, മുൻപേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്നതുപോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും കൂടി വിട്ടിരിക്കുന്നു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ ഗുരു സമാധിയായതോടെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ആ ദർശനങ്ങളെയും സമാധിയടയാൻ വിടുകയായിരുന്നുവെന്ന് തന്നെ കരുതണം ഗുരുവിനെ മതവൽക്കരിക്കാനും വരേണ്യവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ കാണുമ്പോൾ. കേരളത്തെ സാമൂഹ്യമായി മാറ്റിമറിച്ച ഒരു ജനതയെയും പ്രസ്ഥാനത്തെയും കൂടിയ ജാതി ഹിന്ദുക്കളായി വേഷം കെട്ടി സംഘപരിവാറിന് കൂട്ടിക്കൊടുക്കുന്ന പ്രമാണിമാർക്കെതിരെ കൂടി ശബ്ദിച്ചുകൊണ്ട് മാത്രമേ എല്ലാ ഗുരുസ്മരണകളും പൂർണ്ണമാവുന്നുള്ളൂ. ബിജുമുത്തത്തി, കൈരളി ന്യൂസ്.